ശിർക്കാകുന്ന ബഹുദൈവ വിശ്വാസമാണ് ഏറ്റവും വമ്പിച്ച മഹാപാപം. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാനുൽ ഹകീം തന്റെ മോനോട് പറയുന്നുണ്ട്, ഒരിക്കലും നീ ശിർക്ക് ചെയ്യല്ലേ. അല്ലാഹനെ മാത്രം ആരാധിച്ച് നിർഭയത്വത്തിന്റെ സന്ദേശത്തിലേക്ക് വരണം. ഒരു മുഅ്മിനിന് സമാധാനം കിട്ടുന്നത് ആ വിശ്വാസത്തിലാണ്. അല്ലദീന ആമനു, അവൻ സത്യവിശ്വാസിയാണ്. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവന്റെ ഈമാനിൽ ഒരു ളുൽമ കലരാത്തവനാകണം. ഈമാനിൽ എങ്ങനെയാ ളുൽമ കലരുക? ഈമാനിൽ അക്രമം കലരുക എന്ന് പറഞ്ഞാൽ അശ്ശിർക, അല്ലാഹുവിൽ പങ്കുചേർക്കൽ നടക്കുമ്പോഴാണ്. അത് സംഭവിക്കരുത്. എന്താ പ്രശ്നം? ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് ഹറാമാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്, നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കുന്നത് സ്വർഗ്ഗല്ലേ? ആ സ്വർഗ്ഗം അവന് ഹറാമാണ്. ഏത് പാപങ്ങളും കൊലയാളിക്ക് പുറത്തു കൊടുക്കും, പലിശക്കാരന് പുറത്തു കൊടുക്കും, പലിശക്കാരനും വ്യഭിചാരിക്കും മോഷ്ടാവിനും പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കൂല. എന്താ ശിർക്ക് സംഭവിക്കുക? അവിടെയാണ് ഇസ്ലാം പറയുന്നത്, അല്ലാഹു വല്ലാത്തവരിലേക്ക് ഒരു ആരാധനയും കടന്നു പോകാൻ പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാൻ എന്താ പ്രയാസം? ഇത് അംഗീകരിക്കാൻ എന്താ അവിടെ ബുദ്ധിമുട്ട്? നമുക്ക് പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ അമ്പിയാക്കന്മാര് പറയുന്നത് എന്താണ്? ആരാധനകളായതെല്ലാം അല്ലാഹ്ക്ക് കൊടുക്കാനാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും ആരാധിച്ചിരുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങ്. അല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് സ്വാലിഹീങ്ങളെ. അതൊന്നും ഇവിടെ ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളാണെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ആകാശത്തുനിന്ന് മഴ തരും, നിങ്ങൾക്ക് സമൃദ്ധമായ സമ്പത്ത് തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പാനോട് പോയിട്ട് പറയാണ്, വാപ്പാ, ഈ വിഗ്രഹങ്ങൾ കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളാ, എന്തിനാണ് ഇതിനാരാധിക്കുന്നത്? ഇതാണ് നബിമാർ ചെയ്ത ദൗത്യം. ഇബ്രാഹിം നബി വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ വാപ്പക്കാരനോമാരൊക്കെ എന്താ ചെയ്തതെങ്കിൽ ഞാൻ അതാണ് ചെയ്യാൻ പോണതെങ്കിൽ ഇബ്രാഹിം നബി ചെയ്യേണ്ടത് വിഗ്രഹാരാധനയാണ്. ഇബ്രാഹിം നബിന്റെ വാപ്പതാ ചെയ്തീന്. അപ്പം അതല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു തആല വഹീൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് പഠിപ്പിച്ച സന്ദേശം സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നിട്ട് ഞാൻ എൻ്റെ വാപ്പക്കാരനോമാരൊക്കെ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ അബൂലഹബും അബൂജഹലും അതുപോലെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ഖുറൈശികളുടെ നേതാക്കന്മാരൊക്കെ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ആ പാരമ്പര്യം എടുക്കുകയാണോ ചെയ്തത്? അല്ല. നബി തങ്ങൾ അവിടെയുള്ള നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കുകയാണോ ചെയ്തത്? അല്ല. 23 കൊല്ലക്കാലം അള്ളാഹിൻ്റെ വഹയി ഇങ്ങനെ കിട്ടും. ഇന്നത് ശരി, ഇന്നത് തെറ്റ്. ആ ശരി സ്വീകരിക്കും. നമ്മളോടും പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, നബി വിരോധിച്ചതൊക്കെ നമ്മളും ഒഴിവാക്കുക. അതിലേറെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്നത്. ആരാധനയുടെ മജ്ജയാണ്, മുഖുൽ ഇബാദയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലും രോഗം മാറാൻ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണോ? അയ്യൂബ് നബിന്റെ ചരിത്രം വായിച്ചു നോക്ക്. അള്ളാഹിനോട് മക്കളെ കാണാതെ വല്ല വിഷമം സംഭവിച്ചിട്ടുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 30 കൊല്ലമാണ് പ്രാർത്ഥിച്ചത്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഈ നബിമാരുടെ അനുയായികളാണ് നമ്മള്. മക്കളില്ലാത്ത വിഷമം നമുക്കുണ്ടോ? നമ്മുടെ പരിഹാര കേന്ദ്രമേതാ? റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അവരോടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമിയിൽ പ്രയാസങ്ങൾ നിറഞ്ഞ രാത്രിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ ലാ തഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകില്ല. റബ്ബി, ഞങ്ങളെ ജയിപ്പിക്കണം, ഞങ്ങൾക്ക് സഹായം തരണം റബ്ബി. ബദറിന്റെ നേതാവ് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ബദറിൽ പങ്കെടുത്തവർ അവരുടെ പ്രയാസത്തിൽ യുദ്ധം തുടങ്ങാനിരിക്കുമ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു. ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന വിളി ബദറിൽ പങ്കെടുത്തവർക്ക് പോലും അറിയൂല. അവർ അല്ലാഹുവിനോട് സഹായം ചോദിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. എന്തുത്തരാ കിട്ടിയത്? അന്നീമുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹ് സഹായിച്ചു ബദരീങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ.
പിന്നെ നമുക്ക് എങ്ങനെ റമദാൻ 17 ബദരീങ്ങളെ കാക്കണേന്ന് പറയാൻ പറ്റുക? റബീഉൽ ആഖിർ വന്ന ജീലാനി ദിനത്തിന് ജീലാനി മുഹിയുദ്ദീൻ ശൈഖാണ് ഏത് നിലത്തുനിന്ന് വിളിച്ചാലും ഉത്തരം കേൾക്കുന്ന എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുക? ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട അന്നത്തെ കാലത്ത് അറിയപ്പെട്ട ദീനിനെ സഹായിച്ച മനുഷ്യനാണ്, മഹാനായ ആലിമായ പണ്ഡിതനാണ് മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കി. മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം 400 കൊല്ലമാണ്, കുതുബിയത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്, ഹദ്ദാദ് റാത്തീബിന്റെ പഴക്കം 700 കൊല്ലമാണ്, താജുസ്സലാത്തും കൻജുൽ അർഷുമൊക്കെ 40-50 കൊല്ലം പഴക്കമുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ പുതിയതും കൊണ്ട് നടക്കുന്നത്? നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ച 1400 കൊല്ലം മുമ്പ് ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച അതേ ഖുർആനിൻ്റെ അനുയായികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ എന്ന ആയത്തോതാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സദസ്സുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ശബ്ദം നമ്മൾ ഉയർത്തേണ്ടി വരുന്നത്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഈ കുത്തുബിയത്ത് ഓരോ വീടുകളിലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒതുണ്ടാക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ ആരെയാ വിളിക്കുന്നത്? ഈ കാഞ്ഞങ്ങാടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ ഇപ്പൊ കൊണ്ടുവന്നാൽ ഞാൻ വായിക്കാൻ തയ്യാറാണ്. കുത്തുബിയത്തിൻ്റെ 1-ാമത്തെ പേജ് മുതൽ വായിച്ചോളിയും. അവിടെ നിന്ന് ഇങ്ങനെ ഒതുണ്ടാക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് കുറച്ചങ്ങ് ഓതി അങ്ങ് തുടങ്ങി ലൈറ്റ് അങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു. ആരാ? മുസ്ലിമായ മനുഷ്യന്മാര്, നിസ്കരിക്കണ മനുഷ്യന്മാര്, അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കേണ്ട പ്രിയപ്പെട്ടവരെ 1000 തവണ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിച്ച് സഹായിക്കണേ, രക്ഷിക്കണേ, പ്രയാസം മാറ്റണേ എന്ന് ആരോടാണ്? ജീവിച്ചിരിക്കുന്ന കഴിവുള്ള മനുഷ്യൻ മരണപ്പെട്ട കഴിവില്ലാത്ത മനുഷ്യരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ റബീഉൽ ആഖിർ വന്നാൽ, അത് കഴിഞ്ഞാൽ റിഫായി ശൈഖിന്റെ ആണ്ട് വന്നാൽ കുത്തറാത്തീബ നടത്തുന്നത് കത്തിയെടുത്തിട്ട് ശരീരത്തിലൂടെ വരഞ്ഞിട്ടാണ് യാ അഹ്മദ് അൽ കബീർ റിഫായി. ഇതൊക്കെ നടക്കുന്ന പച്ചയായ കാര്യങ്ങളല്ലേ? റിഫായി ശൈഖിനെയാ വിളിക്കുന്നത്. റമദാൻ 27 രാവിൽ മലപ്പുറത്ത് സ്വലാത്ത് നഗർ എൻ്റെ നാടിൻ്റെ പരിസര ഭാഗങ്ങളാണ്. ആ രാവിലെ അവിടെ വെച്ച് റമദാനിൻ്റെ 27 തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം, തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ, തങ്ങളെ ഞങ്ങൾക്ക് പുറത്തു തരണം, തങ്ങളെ ഞങ്ങൾ വിഷമത്തിലാണ്. ആരോടാണ് ഈ പറയണത്? ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടത്തിലും അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്ന് വിഷമത്തോടെ പ്രാർത്ഥിച്ച നബിനോട് പിൽക്കാലത്ത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നബിയേ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കൂല. നബിനോട് പറയാ, നബി നിങ്ങൾ പ്രഖ്യാപിക്കണം. ഒന്നുകൂടി പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിൻ്റെ ഖുർആനിലാണ് ഈ പറയുന്നത്. സൂറത്തുൽ അഹ്കാഫ് വായിച്ചു നോക്ക്. വമൻ അവല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട്? ഒരു പിഴച്ചോലാണ്. ഇത് പറയണോലല്ല പിഴക്ക, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോരല്ല പിഴക്ക, ഈ പണി ചെയ്യുന്നവർ പിഴച്ചോരായി മാറും. എൻ്റെ വാക്കല്ല, അള്ളാഹിൻ്റെ കലാമാണ് സംസാരിക്കുന്നത്. ഇനി മാത്രമല്ല, ഓരോ ജീവിതത്തിലെ ഇബാദത്തുകളായി എന്തെല്ലാം പഠിപ്പിച്ചോ അതൊന്നും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റൂല. നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന്, ബലികർമ്മങ്ങൾ അള്ളാഹുവിന്, അള്ളാഹ് ശപിച്ചിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹ് ശപിച്ചിരിക്കുന്നു ആരെ? മൻദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്നവനെ. ഷാഫിഈ ഗ്രന്ഥത്തിൽ, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം നബവി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ ആരെങ്കിലും ഈസാ നബിന്റെ പേരിൽ, മൂസാ നബിന്റെ പേരിൽ, വിഗ്രഹത്തിന്റെ പേരിൽ, കുരിശിന്റെ പേരിൽ ഒരു ബലിയെ തഖർറുബ് ചെയ്ത് പ്രതിഫലം പ്രതീക്ഷിച്ച്, പുണ്യം പ്രതീക്ഷിച്ച് ഒരു ബലി നടത്തിയാൽ മുസ്ലിമായ ആളെന്നെ, ഫകുല്ലു ഹാദാ ഹറാം, അത് ഹറാമായ അറവായിരിക്കും, പറ്റൂല.
അറവന്നെ പറ്റൂല, പിന്നെ തിന്നാൻ പറ്റുമോ? ഇമാം നബവിക്ക് ശേഷം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഒരു അറവ് നടത്തിയാൽ മതത്തിന്ന് പുറത്തു പോകുന്ന പണിയായി മാറും. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരെന്നെ പറയുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് മനുഷ്യന്മാർ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന ദയനീയമായ രംഗം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാ. നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അതിന്റെ പ്രാർത്ഥനകൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന പ്രാർത്ഥന സുന്നത്തായി പഠിപ്പിച്ചു. ചെരുപ്പ് അഴിച്ചു വെച്ച് ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നുകൊണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാൻ പോകണമെന്നാണ് ഫസൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്നാണ് നമ്മുടെ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അത് ചെയ്യുന്നവരുമാണ്, അതിൽ മാതൃകയുള്ളവരാണ്. എന്തിനാ ഖബർ സിയാറത്ത്? ഫസൂറുഹാ മരണമോർക്കാനാണ്, പരലോകമോർക്കാനാണ്. ഇന്നാഹൽ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് സിയാറത്ത് ടൂർ നമ്മക്ക് ഉണ്ടാകൂല. അത് ദീനിലില്ല, അത് മക്കയിൽ ചരിത്രത്തിലില്ല, മദീനയുടെ ചരിത്രത്തിൽ ഖബറുകളെ വെച്ചുകൊണ്ട് സിയാറത്ത് ടൂറുകൾ എന്ന സമ്പ്രദായമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഖബറുകൾ കെട്ടിപ്പൊക്കുകയാണ്, ഉയർത്തുകയാണ്, വരുമാന മാർഗമാക്കി മാറ്റണം. അതിനെ നമ്മൾ എതിർത്തു. അപ്പൊ സ്വാഭാവികമായി പറഞ്ഞു, ഇവർക്ക് ഖബർ സിയാറത്തില്ല. സ്വലാത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം നാട്ടിൽ നടക്കുകയാണ്, പെട്ടി നടക്കുകയാണ്, അതുപോലെ സാമ്പത്തികമായി പിരിവ് നടത്തുകയാണ് സ്വലാത്തിന്റെ പേര് പറഞ്ഞ്. ആ പരിപാടി ഇസ്ലാമിലില്ല. സ്വലാത്ത് കച്ചവടം ഇസ്ലാമിലില്ല. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ ഇബാദത്തിന്റെ സ്വലാത്തുണ്ട്. അത് ഒരെണ്ണത്തിന് 10 നന്മയാണ്. അത് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. അത് നമസ്കാരത്തിന്റെ, പ്രിയപ്പെട്ടവരെ, ബാങ്കിന് ശേഷം സ്വലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു. പള്ളിക്ക് കയറുമ്പോൾ സ്വലാത്ത് പഠിപ്പിച്ചു. നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ സ്വലാത്തില്ലേ, മറ്റ് എന്തെല്ലാം സന്ദർഭങ്ങളിലുണ്ട്, അതൊക്കെ ചൊല്ലുന്നവരാണ്. എന്നാ നബി പഠിപ്പിക്കാത്ത സ്വലാത്തുൽ ഫാത്തിഹ് തീജാനി ത്വരീഖത്തുകാരൻ ഉണ്ടാക്കിയതാ. നമുക്കത് ചൊല്ലാൻ പറ്റൂല. അപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് സ്വലാത്തില്ല. സുഹൃത്തുക്കളെ, ഇസ്ലാമിലില്ലാത്ത ഒരുപാട് സ്വലാത്തുണ്ട്. അത് നമ്മൾ ആഘോഷിക്കേണ്ടവരല്ല, കൊണ്ട് നടക്കേണ്ടവരല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ദിക്റുകളായ ദിക്റുകൾ ഒരുപാട് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. നമുക്ക് സമാധാനം കിട്ടുന്ന ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, അല്ലാഹനെ ഓർക്കാൻ നമ്മുടെ നാവ് ഇങ്ങനെ നനയണം ദിക്ർ കൊണ്ട്. ആ ദിക്റുകൾ അല്ലാഹുവിൻ്റെ നബി ഹബീബുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്നു. അതിൽ ഹദ്ദാദില്ല, അതിൽ റാത്തീബില്ല, അതിൽ കുത്തറാത്തീബില്ല, ഹാഹീഹൂല്ല, ചാടി ഡാൻസ് ഇല്ല, അതുപോലെ തന്നെ തുള്ളിച്ചാടുന്ന ദിക്റുകൾ ഉണ്ടാകൂല, 10,000 എണ്ണം വെക്കണ ദിക്ർ ഉണ്ടാകൂല. അങ്ങനെയുള്ള പ്രത്യേകതരം ഓരോരുത്തരും ഉണ്ടാക്കുന്ന ദിക്റുകളെ നിങ്ങളൊന്ന് കേട്ടു നോക്കി, എന്തൊക്കെയാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില്ല. ഇസ്ലാം നബി പഠിപ്പിച്ച ദിക്റുകളാണ് നമ്മൾ പാലിക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാ സന്ദർഭത്തിൽ രോഗിയെ സന്ദർശിക്കുമ്പോഴുണ്ട്, ജനാസയുടെ പിന്നാലെ പോകുമ്പോഴുണ്ട്, അങ്ങനെ നബി തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകളൊക്കെ പാലിക്കേണ്ടവനാണ് നമ്മൾ. എന്നാൽ ദിക്റിന്റെ പേരിൽ ഒരു തട്ടിപ്പുണ്ടാകാൻ പാടില്ല. ദിക്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഹൽക്ക ഉണ്ടാക്കിയിട്ടൊരു പണപ്പിരിവ് ഉണ്ടാകാൻ പാടില്ല. ദിക്റിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത ദിക്റുകൾക്ക് വല്ലാത്ത പോരിശ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിനെ അതുപോലെ ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മളെങ്കിൽ ആ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് പറയാണ് 5 ദിവസം മുമ്പ്. സാധാരണ ഒരു നേതാവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ അനുയായികൾ ഏറ്റെടുക്കുക ചെയ്യാം. സുഖമില്ലാത്ത 13 ദിവസങ്ങൾ നബി തങ്ങൾ ജീവിച്ചു. സുഖമില്ലാതെ ബോധമില്ലാത്ത ദിവസങ്ങൾ പോയി, പനി പിടിച്ച് ക്ഷീണിച്ച ദിവസങ്ങളുണ്ടായി. ഇടക്ക് ബോധം വരുമ്പോൾ 5 ദിവസം മുമ്പ് മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് നബി തങ്ങൾ അനുയായികളെ, സ്വഹാബത്തിനെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ അടുത്തേക്ക് വിളിച്ചു. എന്തോ ഒന്ന് പറഞ്ഞു, കേൾക്കണില്ല. അത്രക്ക് പതുങ്ങിയ ശബ്ദ. അടുത്തേക്ക് ചെന്നപ്പോൾ നബി ഇങ്ങനെ ചുണ്ടുകൊണ്ട് സംസാരിച്ച് പതുക്കെ പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. നസാറാക്കളെയും യഹൂദികളെയും അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ വിഭാഗമായതുകൊണ്ട് അവർക്ക് ശാപമുണ്ട്. പിന്നെ ഞമ്മക്ക് ശാപം കിട്ടൂലേ അത് ചെയ്താല്? എന്നിട്ട് നബി തങ്ങൾ മരിക്കണതിന്റെ മുമ്പ് ഉറക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കല്ലേ, ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ. 1400 കൊല്ലായി മദീനത്ത് ഉറൂസ് നടക്കണില്ല.
സമ്മതിക്കൂല അവിടെ. എന്തുകൊണ്ട്? നബിന്റെ പ്രാർത്ഥനയാണ്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ ഖബറുണ്ട്. ആ തങ്ങളെക്കാൾ വലിയ തങ്ങൾ ഇനി വരാനുണ്ടോ? ഉമർ ഖത്താബ് തങ്ങളുടെ ഖബറുണ്ട്. മഖാമില്ല, ദർഗയില്ല, ഉറൂസില്ല, ചന്ദനത്തിരിയില്ല, ആനയില്ല, അമ്പാരിയില്ല, കരിമരുന്നില്ല, ഡാൻസ് ഇല്ല. ഇവിടെ എന്താ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ഉറൂസുകളാ. നമ്മുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു യാത്രയിൽ കാഞ്ഞങ്ങാട് പരിസരത്ത് വന്നപ്പോൾ അവിടെ ഉറൂസിന്റെ സമയമായിരുന്നു. മുട്ടുന്തല മക്കാമിന്റെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുകയാണ്, ആരാ കിടക്കുന്നത്? ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരെന്താന്ന് പോലും അറിയില്ല. മുട്ടും തലയാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കുകയാണ്, എന്നിട്ട് പെട്ടിവെക്കുകയാണ്, എന്നിട്ട് അവിടെ ഉറൂസ് നടക്കുകയാണ്. ദിവസങ്ങൾ നിൽക്കുന്ന ഉറൂസുകൾ, ആണും പെണ്ണുമൊക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത്. സുഹൃത്തുക്കളെ, കരിമരുന്നും ആനയും ഡാൻസും അടക്കമുള്ളവർ ഇതിലൊക്കെ പങ്കെടുക്കുന്ന പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട്. ആ പള്ളി ദർസിൽ പഠിപ്പിച്ച ഹദീസാണ് ഞാൻ ഈ പറയുന്നതെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്ക്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. പറഞ്ഞു കൊടുക്കൂല. അത് പറഞ്ഞു കൊടുത്താൽ വരുമാനങ്ങൾ നിലക്കും. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ കെട്ടിപ്പൊക്കി ഉയർത്തി പൈസ ഉണ്ടാക്കുന്ന ഭീമാപ്പള്ളി, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി ഉമ്മച്ചിയുടെ ഖബറിൽ ലേലം ചെയ്തത് 18 കോടിക്കാണ്. നിങ്ങൾ ചിന്തിക്ക്, ഒരു ഖബറ് ഒരു മനുഷ്യൻ 18 കോടിക്ക് വിറ്റാൽ എന്താണ് അതിന്റെ ലാഭം? അത്രക്ക് വരുമാനമായി ഖബർ മാറാണ്. നമ്മൾ ഖബർ സിയാറത്തിനല്ലേ എതിർക്കുന്നത്? ഈ ചൂഷണത്തെ ഇന്നും ഈ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടിയുമില്ലാതെ നമ്മൾ പറയും ഇത് ശരിയല്ല. അത് പറയാൻ മടിക്കുന്നവർ, അത് പറയാൻ പേടിക്കുന്നവർ, ആ വാക്കിനോട് ആർക്കെങ്കിലും ഒരു പുച്ഛം തോന്നുന്നുവെങ്കിൽ അയാളുടെ ഈമാൻ അയാൾ പരിശോധിക്കട്ടെ. വലാ യഖാഫൂന ലൗമത ലായിം. അല്ലാഹുവിന്റെ കലിമത്ത് പറയാൻ ഒരാളെയും പേടില്ല, പേടിക്കാനും പാടില്ല. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ഇവിടെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്ക് നമ്മൾ ഇസ്ലാമിന്റെ കൃത്യമായ വഹീന്റെ സന്ദേശത്തെ ജനങ്ങളോട് പറയാനുള്ള അവസരം നമുക്കുണ്ട്. വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ടാത്ത പോലെ പോകാം. പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഇന്നും ലോകത്ത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മഹത്തായ ദൗത്യം നമ്മളെ എല്ലാം ഏൽപ്പിച്ചു തന്നാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ആധാറുകളെ സൂക്ഷിക്കപ്പെടണം. സഹോദരങ്ങളെ, ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുക, ഉയർത്തുക, പണം ഉണ്ടാക്കുക, ഉറൂസ് ഉണ്ടാക്കുക. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യർ മുട്ടുന്തല ഔലിയന്റെ കാര്യം മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ സയ്യിദ് മദനിയുടെ കഥ എന്താണെന്ന് വായിച്ചു നോക്ക്. കടലിൽ മുസല്ലയിട്ട് നമസ്കരിച്ചു എന്നാ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM മടവൂരിന്റെ ഖബറിന്റെ ചരിത്രം CM സ്മരണിക എന്ന പുസ്തകത്തിൽ അവിടെ കിട്ടുമ്പോയാൽ ആ പുസ്തകത്തിൽ പറയുന്നു, നമസ്കരിക്കാറില്ല, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ട്, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ട്, പള്ളിയിൽ പോകാറില്ല, നോമ്പെടുക്കാറില്ല, ജുമഅക്ക് പങ്കെടുക്കാറില്ല. എന്നിട്ടും നാട്ടുകാർ പറയുന്നു അയാൾ വലിയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഖുർആനിലേക്ക് പോകും. അങ്ങനെ വലിയ ഉണ്ടാകുമോ? അള്ളാന്റെ ഖുർആൻ പറയുന്നു അല്ലദീനാമനു. ഒരു വലി എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ അല്ലദീനാമനു നല്ല വിശ്വാസമുള്ളവരായിരിക്കും. വകാനൂ യത്തഖൂ നല്ല തഖ്വയുള്ളവരായിരിക്കും. തഖ്വ അല്ല പറഞ്ഞതൊക്കെ അനുസരിക്കും, അല്ല പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കണവരാണ് തഖ്വയുള്ളവര്. അപ്പോൾ ഒരാൾ ഔലിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാട്ടിക്കൂട്ടി എന്ന് പറയാ. എന്നിട്ട് അതിന്റെ പോരിശ പറഞ്ഞിട്ട് അങ്ങോട്ട് ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോടിലെ CM മടവൂരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളെ പടച്ചോനാണ് CM മടവൂരാന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, പാട്ടുകളുണ്ട്. ഇതൊക്കെ എന്തിനാ നമ്മൾ പറയാൻ മടിക്കുന്നത്? എന്തിനാ? ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ലോകത്തിന് നിർഭയത്വം കിട്ടാൻ സമാധാനം എന്ന ഇസ്ലാം എന്ന ഈ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതൊരു മനുഷ്യന് കുളിര് കൊടുക്കേണ്ട മതമാണ്. ഇത് മനുഷ്യന്മാരെ പൂജിക്കേണ്ട മതമല്ല. എന്തിനേറെ കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലം ജില്ലയിലായിരുന്നു എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. അവിടെ ഒരു മക്കാം ഉണ്ടായിരുന്നു. ആ മക്കാം ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ പേര് ഓച്ചിറ ദാമോദരൻ എന്നാണ്. ആ മക്കാമിനകത്ത് കിടക്കുന്ന വ്യക്തിന്റെ പേര് ദാമോദരൻ എന്നാണ്. എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കിയിട്ട് പേരൊന്നങ്ങ് മാറ്റിയിട്ടു. ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആർക്കുണ്ട് ശബ്ദിക്കാൻ ധൈര്യം? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ദാമോദരനല്ല, ഇത് ഞങ്ങളുടെ കുപ്പസ്വാമി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഓച്ചിറയിലെ ഉപ്പൂപ്പയാണ്. എന്നൊരു പേരങ്ങ് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേരിട്ടു. ആ നാട്ടുകാർ പറയാം, ഞങ്ങൾ അങ്ങോട്ട് പോക്കില്ല. കാരണം ഓൾക്കറിയത് ആരാണ് മുതല്. മാതൃഭൂമി പത്രത്തിൽ വരെ വന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും. ഒരു ഔറത്ത് പോലും മറക്കാതെ, തുണി പോലും ശരിക്കും ധരിക്കാതെ, അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് അച്ചാറ് തോണ്ടി തിന്നിരുന്ന ഒരു സുഖമില്ലാത്ത മനുഷ്യനാണ്.
അയാളുടെ മരണശേഷം മഖാമ് കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ട് ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മളോട് എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനും മരണം ഓർക്കുവാനുമാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് അടിസ്ഥാനമാണ്. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ. അല്ലാഹനെ അനുസരിക്കണേ, പ്രവാചകനെ അനുസരിക്കണേ. ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് കാരുണ്യം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുക. ദീനിലില്ലാത്തത്, നബി പഠിപ്പിക്കാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ തഹിയ്യത്ത് നമസ്കാരം, പള്ളി കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കും. നബി പഠിപ്പിച്ചു. 1400 കൊല്ലം പഴക്കണ്ട്. പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നബി പഠിപ്പിച്ചു. നമ്മൾ ചൊല്ലും. 1400 കൊല്ലം പഴക്കണ്ട്. എന്നാൽ കുതുബിയ്യത്തിന്റെ പഴക്കം എത്രയാണ്? 300 കൊല്ലാണ്. മുഹിയുദ്ദീമാലിന്റെ പഴക്കം എത്രയാണ്? 400 കൊല്ലാണ്. മജ്ലിസുൻ നൂറിന്റെ പഴക്കം എത്രയാണ്? 20 കൊല്ലമാണ്. മഹ്ലറത്തുൽ ബദ്രിയന്റെ പഴക്കം എത്രയാണ്? 30 കൊല്ലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാലയളവിൽ പുതുതായി ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കുക. ഇതാണ് ദീന്. ഇത് പാടിക്കോളിം, ഇത് ചൊല്ലിക്കോളിം, ഇത് വീട്ടിൽ വെച്ചോളിം, ഇത് കുഴിച്ചിട്ടോളിം, ഇത് കുടിച്ചോളിം എന്നൊക്കെ പറയാ. മതത്തിനെ ചൂഷണം ചെയ്യാനും പണമുണ്ടാക്കാനും വേണ്ടി സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. പണ്ഡിതന്മാരും പുരോഹിതന്മാരും ധാരാളം ആളുകൾ ഉണ്ടാകും. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്ന സ്വഭാവമുള്ളവര്. വയസുദ്ദൂന അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കണ സ്വഭാവമുള്ളവര്. ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചത് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന താക്കീതാണ്. ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ്. സ്വലാത്ത് കച്ചവടം, ദിക്ർ കച്ചവടം. എന്തിനേറെ നബിതങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിലെ ഒരു ജാലിയൻ വാല എന്ന വൃത്തികെട്ട മനുഷ്യന്റെ ഒരുപാട് സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മുടിക്കെട്ട് കൊണ്ടുവന്ന് വലിയ നീളമുള്ള ഒരു പെണ്ണിന്റെ മുടി കൊണ്ടുവന്നിട്ട് ഇത് നബിന്റെ മുടിയാന്ന് പറഞ്ഞ് കേരളത്തിൽ കൊണ്ടു നടന്നില്ലേ? ആ മുടിയിട്ട വെള്ളത്തിന് 25,000 രൂപ മേടിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുടിപ്പിക്കാൻ കൊടുത്തില്ലേ? ഇതൊക്കെ എന്തിന്റെ പേരില്ല? ദീനിന്റെ പേര് പറഞ്ഞിട്ട് നടത്തിയത്. അപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് കയ്യിൽ സേനതുള്ള വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് 10,000 രൂപക്ക് മറ്റൊരു ടീം വിറ്റില്ലേ? ഇങ്ങനെ മനുഷ്യന്മാരുടെ ഈമാനിനെ കൊള്ളയടിക്കുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന പുരോഹിത വർഗമുണ്ടെന്നും ഓരോരുത്തരും സൂക്ഷിക്കണം. നാളെ പരലോകത്ത് വന്നിട്ട് ചിലരൊക്കെ പറയും, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ. ഈ സയ്യിദന്മാര് കുബറാക്കന്മാര് പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചപ്പോൾ ഫാദല്ലോന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ ശാപത്തിനിരയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. അതുകൊണ്ട് ദീന് പഠിപ്പിക്കാത്ത യാതൊന്നും, ഒരു നിസ്കാരം, ഒരു നോമ്പ്, ഒരു ദിക്ർ, ഒരു സ്വലാത്ത് അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കാതെ നമ്മുടെ സ്വന്തം വകയായി ഉണ്ടാക്കൂല. അത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യൂല എന്ന് ഈ കാഞ്ഞങ്ങാട് ജനങ്ങൾ തീരുമാനിച്ചാൽ നാട്ടുകാർ നിങ്ങളെ വിളിക്കും, നിങ്ങൾ പുത്തംവാദിയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഒരാൾ ഇസ്ലാമിലുള്ളത് പാലിച്ച് ജീവിക്കാൻ തുടങ്ങി, അയാൾ താടിയൊക്കെ വളർത്താൻ തുടങ്ങി, സുബിക്ക് പള്ളി പോകാൻ തുടങ്ങി, നെര്യാണിക്ക് മേലെ വത്താൻ തുടങ്ങി, അവനെന്തോ പ്രശ്നമുണ്ട്, അവൻ പഴച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്ന സ്ഥിരപ്പെട്ട സംഭവങ്ങളാ. അത് പാലിച്ചാൽ നാട്ടുകാർ അവനെ മുദ്രകുത്തും, ഉത്തംവാദിയാണ്. എന്താ ചെയ്യേണ്ടത്? മിണ്ടരുത്, ചിരിക്കരുത്, സലാം പറയരുത്, മരിച്ചാ പോകരുത്, അപ്പുറത്ത് മറ്റേ ടീമാണെങ്കിലും കുഴപ്പമില്ല, ഇവൻക്ക് വെള്ളം കൊടുക്കരുത്. എമ്മാതിരി വിഷസർപ്പങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ കൈത്തിരിനാദത്തെ നമ്മൾ സ്വീകരിക്കുക. പുരോഹിതന്മാരുടെ ചൂഷണങ്ങളെ, അപകടങ്ങളെ വിലയിരുത്തി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖം എന്താണ്? സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ ഒരു മാർഗം നബി പഠിപ്പിച്ചു. ആ മാർഗമല്ലാത്ത മറ്റൊരുപാട് മാർഗങ്ങൾ നാട്ടിലുണ്ട്. ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ത്വരീഖത്തുകാർ, ആലുവ ത്വരീഖത്തുണ്ട്, സിക്കന്ദറ ത്വരീഖത്തുണ്ട്, ഗോഹർഷ ത്വരീഖത്തുണ്ട്, തീജാനി ത്വരീഖത്തുണ്ട്. പ്രധാനമായും 4-5 ത്വരീഖത്തുകളിലേക്ക് ജോയിൻ്റ് ആകുന്ന 70-ലേറെ വിഭാഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്താ പ്രത്യേകത? ഓരോരുത്തർക്കും അവരവരുടെ ഷെയ്ഖുണ്ട്, അവരവരുടെ മുരീദുണ്ട്, അവരവരുടേതായ ആട്ടും പാട്ടവും ഡാൻസും ഉണ്ട്. മദ്യപിക്കുന്ന ഷെയ്ഖുണ്ട്,
ലഹരിയുടെ ഷെയ്ഖുണ്ട്, സംഗീതം ഉപയോഗിക്കുന്ന ഷെയ്ഖുണ്ട്, വ്യഭിചരിക്കുന്ന ഷെയ്ഖുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഔലിയാക്കന്മാർക്ക് അതൊക്കെ പറ്റുമെന്നാ പഠിപ്പിക്കുന്നത്. പിഴച്ച ഒരുപാട് ത്വരീഖത്തുകൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊറ്റ ത്വരീഖത്തുള്ള നബിതങ്ങൾ പഠിപ്പിച്ച ഒറിജിനൽ ത്വരീഖത്ത്, അതിലേക്ക് നമ്മൾ മടങ്ങുക. ഇവിടെ ഒരുപാട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് സൂഫികൾ ഇറങ്ങിയിട്ടുണ്ട്. സൂഫിസം എന്ന പേര് പറഞ്ഞുകൊണ്ട് സന്യാസം കൊണ്ടുവരികയാണ്. അവരങ്ങനെ പ്രത്യേകമായ ഒരു വേഷം ധരിക്കുന്നു, അവർ പ്രത്യേകമായ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പല കോലത്തിലുള്ള പാട്ടുകളും ഡാൻസുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സൂഫി ഗാനങ്ങൾ ഇങ്ങനെ ഏറ്റു പാടിക്കൊണ്ടിരിക്കുന്നു. ഭ്രാന്തായാൽ എന്തു സുഖം. ആർക്ക്? അവനൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ കുറേ പാട്ടും പാടിയിട്ട് സൂഫിസം ഇങ്ങനെ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് പ്രണയമുണ്ട്, കുഴപ്പമില്ല, ഡാൻസ് ഉണ്ട്, കുഴപ്പമില്ല, ഇതൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗമാണ്. അങ്ങനെ പറഞ്ഞ് സൂഫിസം ഇങ്ങനെ ഒരു വഴിക്ക് ഈ ഇസ്ലാമിന്റെ വക്താക്കളുടെ അകത്തേക്ക് കടന്നു വരുന്ന സൂചനകൾ ശ്രദ്ധിച്ചോളും. ഷിയായിസം മറ്റൊരു തലക്കൽ നിന്ന് കൊണ്ടുവരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കുന്ന ഷിയാക്കൾ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന് മഖാമുണ്ടാക്കിയിട്ട് ബാബാ ഷുജാഇ എന്ന് പേരിട്ടിട്ട് ദർഗയുണ്ടാക്കിയവരാണ് ഷിയാക്കൾ. ആരെ? നമ്മുടെ ഹബീബായ നമ്മുടെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യൻക്ക് ദർഗയുണ്ടാക്കിയവരാണ് ഷിയാക്കൾ. ലോകത്ത് എത്രയേറെ ക്രൂരമായ ഒരുപാട് അഹ്ലുസുന്നയുടെ ആളുകളെ കൊന്നൊടുക്കിയ മഹാന്മാരായ നമ്മുടെ സ്വഹാബത്തിനെ തെറിവിളിച്ച ആയിഷ ബീവിനെ കുറിച്ച് വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന ഒട്ടനേകം പിഴച്ച വാദങ്ങളുമായി നിങ്ങളുടെ ഖുർആൻ ശരിയല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആനാണ് ശരി, 16,000 ആയത്തുള്ള ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുമായി നടക്കുന്ന ഷിയായിസം ഈ നാട്ടിലൂടെ വ്യാപിക്കുകയാണ്. നമ്മൾ അഹ്ലുസുന്നയുടെ വക്താക്കളാവുക, നിർഭയത്വത്തിന്റെ തൗഹീദിന്റെ വക്താക്കളായില്ല എങ്കിൽ പിഴച്ച ഒരുപാട് വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നു. നമ്മൾ ആ അപകടങ്ങളെ തിരിച്ചറിയുക. മതങ്ങളാണ് പ്രശ്നം, മതങ്ങളൊന്നും വേണ്ട. യുക്തിവാദികൾ ഉണ്ടാക്കുന്ന ഹിഡൻ അജണ്ടകളിൽ വീണുപോയ ഒരുപാട് യുവാക്കളുണ്ട്. മതങ്ങൾ പ്രശ്നമാണ്. പിന്നെന്താ പ്രശ്നമില്ലാത്തത്? മതമില്ലാതെ നടക്കുക. അപ്പം എന്താ? എന്തോ ആവാ, എങ്ങനെ ജീവിക്കാം. വാപ്പ വേണമെന്നില്ല, ഉമ്മ വേണമെന്നില്ല, ലഹരിയാവാം, പെണ്ണാവാം, കഞ്ചാവാകാം. അതൊക്കെ നിയമത്തിനു കീഴിലായി കഞ്ചാവ് ഞങ്ങളുടെ നാട്ടിൽ വേണമെന്ന് വാദിക്കുന്നവർ, 18 വയസ്സായ ഒരാണിനും പെണ്ണിനും ഏത് ബീച്ചിലും ഏത് അങ്ങാടിയിലും നടന്ന് നിരങ്ങി വിലസാനുള്ള സമ്മതം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ നുഴഞ്ഞുകയറ്റം നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഇവിടെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ച് തന്നിട്ടാണ് ഞാൻ പോണത്. നബി മരിക്കുന്നതിന്റെ മുമ്പ് ഒറ്റ ഹജ്ജ് നിർവഹിച്ച ഹജ്ജിൽ പറയാണ്, 2 കാര്യങ്ങൾ ഇതാ തന്നിട്ടാണ് പോകുന്നത്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ച പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലി, അള്ളാഹിന്റെ കിതാബും നബിന്റെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനിലില്ലാത്ത ഒരു നിസ്കാരം, ബറാഅത്ത് നോമ്പ് ദീനിലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്, മിഅ്റാജ് നോമ്പ് ദീനിലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്, മഹാന്മാരായ പ്രിയപ്പെട്ടവരായ സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്, കാണൂല. നോക്കൂ, നിങ്ങൾ മരണപ്പെട്ട വീടുകളെ പറ്റി അതിന്റെ സുന്നത്ത് എന്താന്ന് വായിച്ചു നോക്ക്. സാധുക്കളായ ഒരാൾ മനുഷ്യൻ മരിച്ചാൽ അവിടെ ഒരു വിധവ ഇരിക്കുന്നുണ്ടാകും, 2-3 കുട്ടികൾ യതീമായിട്ട് ആ വീട്ടിലുണ്ടാകും. അന്ന് വൈകുന്നേരത്ത് നല്ല നെയ്ച്ചോറും ബീഫും അടിച്ചു കയറ്റാൻ ആ വീട്ടിലേക്ക് എങ്ങനെയാ നമുക്ക് പോകാൻ പറ്റുന്നത്? അയൽവാസികളെ, നിങ്ങൾ ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇസ്ലാമിലെ സുന്നത്ത്. ജഅഫർ റളിയല്ലാഹു മരിച്ചപ്പോൾ നബി പറയാണ്, അയൽവാസികളെ, നിങ്ങൾ ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. 3ന്റെ അന്ന് പോത്തിനേറത്ത് ഗംഭീരമായ ദിക്റും പാട്ടുമായി നടക്കുക. മരണ വീടുകളിൽ ബുർദയുടെ ഗാനങ്ങളാണ് ആസ്വദിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ട ബന്ധു മരിച്ചു കിടന്നതും കബറടക്കം കഴിഞ്ഞതും കണ്ണിൽ നിന്ന് കണ്ണ് പൊട്ടി ഒഴുകുന്നതും വയറ് പൊട്ടി ഒലിക്കുന്നതൊന്നും അവർക്ക് ആവശ്യമില്ല. ഇവിടെ പോത്തിറച്ചിയാണ് പ്രധാനം. 40ന്റെ അന്ന് 14ന്റെ അന്ന് ആണ്ട് തികയുന്ന അന്ന് തീറ്റയുണ്ടാവണം. ഇതാരാ പഠിപ്പിച്ചത്? ഒരു മദ്ഹബിന്റെ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങളൊരു ഖുത്ബക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഖുത്ബ മൗഇലത്താവണം, ഉപദേശമാകണം. അവിടെ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാകണം. ഭാഷ ഏതായാലും, ഇപ്പൊ പോണ പള്ളിയിൽ 500 കൊല്ലം പോയാലും നിങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലാവോ? ഒരു ശബ്ദമല്ലാതെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മദീനയിൽ അറബിയിലാണ് ഖുത്ബ. എന്തുകൊണ്ടാണ്? അവിടെ അറബിയിലാണ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഞാൻ UAE പോയതാണ്, അവിടെ പല പള്ളികളിൽ ഇംഗ്ലീഷിലാണ് ഖുത്ബ. അവിടെ ഇംഗ്ലീഷുകാർ വരുന്ന ഏരിയയാണ് പള്ളി. എന്തിനേറെ പല സ്ഥലത്ത് തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങൾ പോയി നോക്ക്, തമിഴ്നാട്ടിലെ പല പള്ളിയിലും തമിഴിലാണ് ഖുത്ബ. പക്ഷെ കേരളത്തിൽ മാത്രം വന്നാൽ പറ്റൂല. മലയാളത്തിൽ ഖുത്ബ പറഞ്ഞാൽ ആളുകൾക്ക് തിരിയും.
ഉപദേശം കിട്ടും, നിർദ്ദേശം കിട്ടും. അതുകൊണ്ട് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഖുത്ബ ജനങ്ങൾക്ക് തിരിയുന്നതാകണം. ഇങ്ങനെ ഏത് കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഞാൻ സുന്നത്തിന്റെ കൂടെയാണോ എന്ന് ആലോചിക്കണം. നബി മരിക്കുന്നതിന്റെ മുമ്പ് പല സന്ദർഭത്തിലും പറഞ്ഞു, ഇയ്യാക്കും വമഹദസാത്തുൽ ഉമൂർ, പുതുതായി ദീനിലേക്ക് വല്ലതും ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചോളൂ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് ഉണ്ടാക്കുക. ആ വഴികേടിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ദീന് പഠിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLS ക്ലാസ്സുകൾ എവിടെയാണെങ്കിൽ അന്വേഷിക്കണം. മക്കൾക്ക് പഠിക്കാനുള്ള CRE ഉണ്ട്, സമ്മറൈസ് ഉണ്ട്, അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാർക്കുള്ള വിജ്ഞാനവേദികൾ, അയൽക്കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ പെങ്ങൾ അതിലേക്ക്, നമ്മുടെ ഭാര്യ അതിൽ പങ്കെടുക്കുന്നവരാകണം. നേർപ്പദം വാരികയുണ്ട്, വായിക്കാൻ നമ്മുടെ കുടുംബം ശ്രമിക്കണം. ഒരാഴ്ചക്ക് 10 രൂപയുടെ ചെലവാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധാരാളക്കണക്കിന് വിജ്ഞാനങ്ങൾക്ക് പുറമെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി പീസ് റേഡിയോ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഒന്ന് ഓണാക്കി കൊടുത്താൽ 100 കണക്കിന് ഉപദേശ നിർദ്ദേശങ്ങൾ, കൗൺസിലിംഗ് അടക്കം ലഭിക്കുന്ന പീസ് റേഡിയോ പരിചയപ്പെടണം. ജമീൽ ആപ്പ് ആരുടെയെങ്കിലും കൈകളില്ലാത്തവരുണ്ടെങ്കിൽ ഖുർആൻ ഓതാം, നമസ്കാരം ഓർമ്മപ്പെടുത്തും, കിബില ഡയറക്ഷൻ ഉണ്ട്, സക്കാത്ത് കണക്കിലാക്കി തരുന്നു. അതുപോലെ തന്നെ പല നിലക്കുമുള്ള നമ്മളെ ദീനിയായി സഹായിക്കുന്ന ജമീൽ ആപ്പ് ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾ നടക്കുമ്പോൾ, വിവാഹരംഗത്തുള്ള ഒരുപാട് അപച്യുതികൾ സംഭവിക്കുമ്പോൾ, നാട്ടിൽ തിന്മയുടെയും ലഹരിയുടെയും സെക്സ് റാക്കറ്റുകളുടെയും സിനിമാ റാക്കറ്റുകളുടെയും ഒക്കെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ നമ്മുടെ ചുമതലയാണ്. കുല്ലുക്കും റാ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, നമ്മുടെ കുടുംബത്തിന് നമ്മൾ നന്നാക്കി എടുക്കണം. നരകത്തുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് നമ്മളെ സ്നേഹിച്ചവരാ. വബിൽവാലിദൈനി ഇഹ്സാന, അവർക്ക് പുണ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ഒരു ഭർത്താവ് എന്ന നിലക്ക് നിന്റെ ഭാര്യ എന്ന അവരോട്, ആ ഭാര്യയ്ക്ക് വേണ്ടുന്ന ശാരീരിക മാനസികമായ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നവരാകണം. അവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മര്യാദയോടെ പെരുമാറണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മുടെ ഭർത്താവിനെ അനുസരിക്കണം, സ്നേഹിക്കണം. വൈതാഅത സൗജഹ, സ്വർഗം വേണോ, നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. പരസ്പരം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ വീട് എല്ലാ നന്മയുടെയും കേന്ദ്രമാകണം. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലുണ്ടാവണം. ദിക്റുള്ള വീടായി മാറണം. അള്ളാന്റെ ഖുർആൻ ഓതുന്ന വീടായി മാറണം. സലാം പറഞ്ഞ് കയറുന്നവരായി മാറണം. ബിസ്മില്ല കൊണ്ട് പ്രവേശിക്കുന്നവരായി മാറണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നവരാകണം. രാവിലെയും വൈകുന്നേരം അദ്കാറുണ്ടാവണം. കിടക്കുന്ന സമയത്തുള്ള മര്യാദകൾ പാലിക്കണം. ഇങ്ങനെ നമ്മുടെ വീടൊരു മസ്കനായി നമുക്ക് മാറ്റാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവട രംഗത്ത്, നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഹറാമായതൊന്നും വരൂല എന്ന് ഉറപ്പുവരുത്തിക്കോ. കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. നമ്മുടെ സമ്പത്തിലേക്ക് ഹറാം കടന്നു വന്ന ഏറ്റവും യോഗ്യത, ആ നരകത്തിൽ കിടക്കാനുള്ള യോഗ്യത ഉണ്ടാവുക ഈ ഹറാം സമ്പാദിച്ച വ്യക്തികൾക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് മനുഷ്യൻ അവന്റെ ഈ ലോകത്തുനിന്ന് ഏത് സമയത്തും ദുനിയാവെന്ന് വിട പറയും. എത്രയെത്ര അപകടങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ ജനാസയാണ് നമ്മളെല്ലാം പങ്കെടുത്തിട്ടുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കും. നേതാക്കന്മാർ കൂടെ ഉണ്ടാകൂല, പ്രാസ്ഥാനികരുണ്ടാവില്ല, ഞാനുണ്ടാവില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ നമ്മുടെ ചാരയില്ലാതെ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കൊറ്റക്ക് വരണം നമ്മൾ പരലോകത്ത്. എൻ്റെ കർമ്മങ്ങളാണ് എൻ്റെ ഖബറിലുണ്ടാവുക. എൻ്റെ വിശ്വാസം അള്ളയാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ, ഇസ്ലാമാണ് എൻ്റെ ദീനെന്ന് പറയാൻ കഴിയണമെങ്കിൽ, നബിയാണ് മുഹമ്മദ് നബിയാണ് എൻ്റെ നബി എന്ന് പറയാൻ കഴിയണമെങ്കിൽ, അത് പഠിച്ചവനും പകർത്തിയവനും മാത്രമാണ് അത് സാധിക്കുക. പരലോകത്ത് ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ പറ്റാത്തൊരു നാളാണ്. അന്നേ ദിവസം അർശിൻ്റെ അള്ളാന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടണം. അന്നേ ദിവസം സിറാത്ത് കടക്കുന്നവരിൽ നമുക്ക് പെടണം. അന്നേ ദിവസം നരകത്തിൽ നിന്ന് നമ്മൾ ഈ പ്രസംഗത്തിനും നമ്മൾ ഈ സമ്മേളനത്തിനും വേറെ ഒരു ലക്ഷ്യമില്ല. എനിക്കും നിങ്ങൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ നാട്ടിലത് കേൾക്കുന്ന ആൾക്ക് രക്ഷപ്പെടണം. ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളിലേക്കുള്ള നമ്മുടെ ഈ സന്ദേശം, നമ്മൾ ആരും ഇലക്ഷന് വേണ്ടി പോകാൻ പോണില്ല. നമ്മൾ ആരും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏതെങ്കിലും ആൾ തരിപിടി കൂടാൻ നമ്മൾ പോണില്ല. നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ഷെയർ ഇടാൻ പോണില്ല. പിന്നെ എന്താ നമുക്ക് വയൽ നടത്തുന്ന എന്താ കാര്യമുള്ളത്? നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഞാൻ അറിഞ്ഞ ഈ ഹക്ക് പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ ബാധ്യതയാണ്. ബല്ലിഗൂ അന്നീ വലൗ ആയ,
ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്നതിന് വിധങ്ങളുടെ പ്രസിദ്ധമായ ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും തെളിഞ്ഞ ഒരു മാർഗം ഇതാ അല്ലാഹ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പകല് പോലെ തിളങ്ങുന്ന രാത്രിയുള്ള ഒരു മാർഗം നബി പഠിപ്പിച്ചു. ഈ മാർഗം സ്വീകരിക്കുന്ന കുടുംബമായി നമുക്ക് മാറാൻ കഴിയണം. പരലോകത്ത് എത്തിപ്പെട്ടിട്ട് ചിലരൊക്കെ വിലപിച്ച് പറയുന്നുണ്ട്, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. ഇനി കാര്യമില്ല, ചങ്ങാതി കാരണം കൊണ്ട് പെട്ടുപോയവർ. എൻ്റെ ജീവിതകാലത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു പേജ് ഖുർആൻ ഓതുക, 10 രൂപ സ്വതക്ക ചെയ്യുക, സുന്നത്ത് നോമ്പുകൾ എടുക്കുക, ആളുകളോട് സലാം പറയുക, വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, തക്ബീറും തഹ്ലീലും തഹ്മീദും ഉണ്ടാവുക, ആളുകൾക്ക് അംറ് ബിൽ മഅറൂഫ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നഹീ അനിൽ മുൻകർ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനവും സംഘടനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവത്വമായ യൂത്താവട്ടെ, വിദ്യാർത്ഥി ഘടകമാവട്ടെ, ഗേൾസ് ആവട്ടെ, വുമൻസ് ആവട്ടെ, ഒത്തൊരുമയോടെ ചാർട്ട് ചെയ്ത് യോജന കൂടി ആലോചിച്ച് ഓരോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ദീന്, അള്ളാഹുവിൻ്റെ ദീന് നാട്ടിൽ വ്യാപിക്കണമെന്ന ആഗ്രഹമാണ്. നമ്മളാരും ഒരു വേറെ ദുനിയാവിൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുമായി കടന്നു വരുന്നില്ല. ആരുടെയും ഈ നാട്ടിലെ ഒരു മനുഷ്യൻ്റെയും ഒരു പ്രശംസാവാക്ക് പോലും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളാരും അത് ആവശ്യമില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരൽപ്പം പണം കിട്ടുമോ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളുടെ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കണില്ല, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പ്രതീക്ഷിക്കുന്നില്ല. മഹാരഥന്മാരായ അമ്പിയാക്കന്മാർക്ക് എന്തിനാ തല്ല് കിട്ടിയത്? എത്ര അമ്പിയാക്കന്മാരെ കൊന്നൊടുക്കി. എന്തിനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പച്ചയായ മണലിൽ കിടത്തിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലിലൂടെ വലിച്ചത്? എന്തിന്റെ പേരിലാ? അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാ. നമുക്കും ചില വേദനകളൊക്കെ ഉണ്ടാകും. യാസിർ റളിയല്ലാഹു അൻഹുവിനെ സുമയ്യ ബീവിയുടെ പച്ച ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് കയറ്റിയത് എന്തിന്റെ പേരിലാ? അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അവനോടേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അത് പറഞ്ഞ എല്ലാ കാലത്തും പ്രതിസന്ധി കടന്നു വന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുന്നിച്ചേർക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുക, ആ ദീനുമായി അതിൻ്റെ തിരുനാദവുമായി നമ്മുടെ പരിസരങ്ങളിൽ വിജ്ഞാനവേദികൾ, അയൽക്കൂട്ടങ്ങൾ, ധാരാളക്കണക്കിന് പ്രോഗ്രാമുകൾ. ഇൻഷാ അല്ലാഹ് ഈ മഴയൊക്കെ ഒന്ന് ശാന്തമായാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇനിയും അല്പത സമയം കൂടെ വൈകിപ്പിക്കുന്നതിൽ പ്രയാസമുള്ളത് കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അത്യാവശ്യം പറയാനുള്ള ഒരുപാട് വിഷയങ്ങളും നോട്ട്സും ഒക്കെ റെഡിയാക്കി ദിവസങ്ങളായി അതിൻ്റെ പിന്നിലിരുന്ന് അധ്വാനിച്ച് എഴുതി വെച്ച നോട്ട് കയ്യിലുണ്ട്. അത് പറയാനുള്ള സമയവും സാഹചര്യവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നിഅമത്തിന് നന്ദി കാണിച്ച് യാതൊരു മുറുമുറുപ്പുമില്ലാതെ അള്ളാഹു നൽകിയ ഈ മഴയിലും അള്ളാഹിനെ സ്തുതിച്ച് ഇത്രയെങ്കിലും നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ യാത്രകൾ സഫലമാകാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിച്ച് ശുക്രിൻ്റെ സുജൂദ് ചെയ്ത് നാളെ മുതൽ വീണ്ടും ഗോദയിലിറങ്ങി ഈ ജനങ്ങളുമായി സംസാരിക്കാൻ, അവർക്ക് മെസ്സേജുകൾ അയക്കാൻ, അവർക്ക് ദീന് കേൾപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോകാൻ. നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് സ്വതക്കയാണ്. ഒരു തിന്മ കാണുമ്പോൾ അതിനെ തടുക്കുന്നത് സ്വതക്കയാണ്. അത് ചെയ്യുക. ആളുകൾ എന്ത് വിചാരിക്കും, എൻ്റെ ഉമ്മ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നവനായി മാറരുത്. അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കുറ്റക്കാരായി മാറുന്ന അവസ്ഥ. നാട്ടുകാർ വന്ന് പറയരുത്, നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ, നീ എന്നോട് മിണ്ടിയില്ലല്ലോ, നീ എന്നോടൊന്ന് അന്ന് പറഞ്ഞു തന്നില്ലല്ലോ എന്ന ഒരു വാക്ക് പറഞ്ഞ് നമ്മുടെ മേലൊരു കുറ്റം ആരോപിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ കോടതി, പരലോക കോടതി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകമാണ്. രണ്ടാമതൊന്ന് മടങ്ങി വരാൻ കഴിയാത്ത ലോകമാണ്. 6 അടി മണ്ണിൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടവരാണ്. നീണ്ടു കിടക്കുന്ന ബർസഖ് വരാനുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി നമുക്ക് പോകാൻ കഴിയണം. സൽസ്വഭാവം ഉണ്ടാവണം,
സ്വതക്കാത്തുകൾ ഉണ്ടാവണം, അദ്കാറുകൾ ഉണ്ടാവണം. അങ്ങനെ നമ്മളൊരു നല്ല പഠിതാവായി, ഞാൻ ചില സൂചനകൾ മാത്രമാണ് പറഞ്ഞത്, നമ്മൾ നല്ല വായനക്കാരായി, നല്ല ശ്രോതാക്കളായി, നല്ല പഠനത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി ഇനിയും നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ആലോചനകൾ കടന്നു വരാൻ യാതൊരു നിരാശയും കൂടാതെ അള്ളാഹിന്റെ ദീന് പറഞ്ഞു നടക്കാൻ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണം പഠിച്ചവരാണ് നമ്മൾ. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, ഞാൻ 950 കൊല്ലക്കാലം രാവും പകലും ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, പരസ്യമായി ക്ഷണിച്ചിട്ടുണ്ട്, രഹസ്യമായി ക്ഷണിച്ചിട്ടുണ്ട്. റബ്ബേ, ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ കാതടക്കുകയാണ്, വസ്ത്രം തിരികെ വെക്കുകയാണ്, ഒന്ന് കേൾക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റബ്ബേ. ആ ഒരു മഹത്തായ പ്രവാചകന്റെ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അറിയാതെ പോയ, അബദ്ധങ്ങളിൽ കുടുങ്ങിപ്പോയ, പഠിക്കാതെ പോയ, അന്ധമായ അനുകരണത്തിൽ വീണുപോയ മനുഷ്യരെ കൈക്ക് പിടിച്ചിട്ട് ഇതാണ് ഹക്ക് മോനെ, ഇതാണ് സത്യം മോനെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.